നമസ്കാരം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ നിർണായകമായ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന പുതിയ തർക്കങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെയും ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പിനെയും വൻതോതിൽ ബാധിച്ചിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കടന്നു പോകുന്ന ഈ ഒരു കടലിടുക്ക് പാത അത് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധം കേവലം ഇറാന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ തകർക്കുക എന്നതിലുപരിയായിട്ട് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഒരേപോലെ സമ്മർദ്ദമുണ്ടാകുമ്പോൾ ഇതിനിടയിൽ പെട്ടുപോയ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിനായിട്ടുള്ള നയതന്ത്ര പോരാട്ടത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഹോർമുസിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടാൽ അത് കേവലം ഒരു പ്രാദേശിക പ്രശ്നമായി ഒതുങ്ങില്ലെന്നും മറിച്ച് ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന വൻ ദുരന്തമായിട്ട് മാറുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ മേഖലയിലെ നയതന്ത്ര നീക്കങ്ങൾ അതീവ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് സഹകരണ കൗൺസിൽ GCC രാജ്യങ്ങളൊക്കെ തന്നെ ഈ പ്രതിസന്ധിയിൽ ഒരു കൂട്ടായ നിലപാട് സ്വീകരിക്കുന്നതിനായിട്ട് നിരന്തരം ചർച്ചകൾ നടത്തി വരികയാണ്. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ഗൾഫ് പ്രതിനിധികളൊക്കെ തന്നെ നേരിട്ടും അല്ലാതെയുമൊക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പല ചർച്ചകളും കൃത്യമായ ഒരു തീരുമാനത്തിലെത്താതെ അലസി പിരിയുന്ന സാഹചര്യമായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇറാൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും അമേരിക്കയുടെ കർശനമായ ഉപരോധ വ്യവസ്ഥകളും ഈ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കി. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ സമാധാനപരമായ ഒരു പരിഹാരം എന്നത് ഇപ്പോൾ വിദൂര സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കുകയാണ്. വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ മോഹൻ വർഗീസ് നിരീക്ഷിക്കുന്നത് പോലെ ഹോർമുസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ സാഹചര്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഖത്തറിനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിയാൽ സൗദി അറേബ്യയുടെ കരപ്രദേശത്തോട് ചേർന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഉപദ്വീപാണ് ഖത്തർ എന്ന് പറയുന്നത്. ഖത്തറിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നത് പ്രകൃതിവാതകവും എണ്ണയുമാണ്. ഇവ പുറം ലോകത്തേക്ക് എത്തിക്കാൻ ഹോർമുസ് അല്ലാതെ മറ്റൊരു വഴി ഖത്തറിന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ഹോർമുസ് ഒരു ചോക്ക് പോയിന്റ് ആയിട്ട് മാറുമ്പോൾ ഖത്തർ അക്ഷരാർത്ഥത്തിൽ ഒരു ട്രാപ്പിൽ അകപ്പെട്ട അവസ്ഥയിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സമുദ്രപാതയെ രാഷ്ട്രീയമായ വിലപേശൽ ഉപകരണമായി മാറ്റരുത് എന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി കർശനമായിട്ട് ആവശ്യപ്പെടുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്കിൻ്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കം വളരെ ഗൗരവകരമാണ്. അതായത് ഹോർമുസിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂപ്രദേശത്തിൻ്റെ പകുതിയും UAEയുടേതാണ് എന്നതിനാൽ തന്നെ ഇത് കേവലം ഇറാൻ്റെ മാത്രം സ്വത്തല്ല എന്ന് UAE തുറന്നടിച്ചു കഴിഞ്ഞു. സമുദ്രപാത സ്വതന്ത്രമായിട്ട് നിർത്താനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ UAE ആഗ്രഹിക്കുന്നില്ല. എമിറേറ്റുകളിൽ എണ്ണ സമ്പത്ത് കൂടുതലുള്ള അബുദാബിക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ ഈ പാത വളരെ അത്യാവശ്യമാണ്. അതേസമയം ആഗോള വ്യാപാര കേന്ദ്രമായ ദുബായിക്ക് വിദേശ ഉൽപ്പന്നങ്ങൾ സുഗമമായിട്ട് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് വലിയ സാമ്പത്തിക തകർച്ചയ്ക്ക് വഴിവെക്കുന്നതായിരിക്കും. ദുബായിയുടെ വികസന മാതൃക പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെയും തടസ്സമില്ലാത്ത വ്യാപാരത്തെയുമാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയും സജീവമായിട്ട് നിൽക്കണമെങ്കിൽ ഹോർമുസിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സമില്ലാതെ നടക്കണം. ആഡംബര കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സുഗമമായിട്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അത് ദുബായിയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ തകർക്കുന്നതാണ്. അതിനാൽ തന്നെ മേഖലയിലെ സംഘർഷം എത്രയും വേഗം ലഘൂകരിക്കപ്പെടണം എന്നതാണ് ദുബായിയുടെ നിലനിൽപ്പിൻ്റെ പ്രധാന ആവശ്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ശാന്തമായ കടൽ തീരവും സുരക്ഷിതമായ ആകാശപാതയും ഇല്ലാതെ ദുബായിക്ക് ഒരു ആഗോള നഗരമെന്ന നിലയിൽ വളരാനാകില്ല എന്ന തിരിച്ചറിവിലാണ് UAE ഭരണ നേതൃത്വം ഇപ്പോൾ നീങ്ങുന്നത്. അബുദാബിയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസിലെ പ്രതിസന്ധി മറികടക്കാൻ അവർ ചില ബദൽ മാർഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തേടുന്നുണ്ട്. ഒമാൻ്റെ ഉള്ളിലൂടെയുള്ള ചില പൈപ്പ് ലൈനുകൾ വഴി എണ്ണ പുറത്തെത്തിക്കാൻ അബുദാബിക്ക് സാധിക്കുമെങ്കിലും അത് പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരമല്ല. UAEയുടെയും ഒമാൻ്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നോക്കിയാൽ പലയിടങ്ങളിലും രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തികൾ പരസ്പരം കലർന്നു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭൗമശാസ്ത്രപരമായിട്ടുള്ള അടുപ്പം അത് ഉപയോഗപ്പെടുത്തി ഒമാൻ തീരം വഴി കുറച്ചൊക്കെ എണ്ണ കയറ്റുമതി ചെയ്യാനായിട്ട് UAEക്ക് ഒരുപക്ഷെ സാധിച്ചേക്കും. എന്നാൽ വൻതോതിലുള്ള എണ്ണക്കടത്തിന് ഇപ്പോഴും ഹോർമുസ് തന്നെയാണ് പ്രധാന ആശ്രയമെന്ന് പറയുന്നത്. കപ്പലുകൾക്ക് സുഗമമായിട്ട് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ബദൽ മാർഗങ്ങൾ കൊണ്ട് മാത്രം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ UAEക്ക് കഴിയില്ല. ഖത്തറിനേക്കാൾ ചെറിയ രാജ്യമായ ബഹ്റൈനും ഇതേ ഭീഷണി നേരിടുന്നുണ്ട്. സൗദി അറേബ്യയ്ക്ക് പടിഞ്ഞാറൻ കടലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് രാഷ്ട്രത്തിന് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷണ സാമഗ്രികളും ഒക്കെ തന്നെ എത്തേണ്ടത് സമുദ്രപാത വഴിയാണ്. എണ്ണ കയറ്റുമതിയിലും അതോടൊപ്പം തന്നെ ബഹ്റൈൻ ഇതേ ആശ്രയത്വം പുലർത്തുന്നുണ്ട്. അമേരിക്കയുടെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനം മനാമയിലാണ് എന്നത്
ബഹ്റൈന് സുരക്ഷാപരമായ മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും രാജ്യത്തെ സാധാരണ ജനജീവിതത്തെ സാരമായിട്ട് ബാധിക്കും. സമുദ്രപാതയിൽ ഇറാൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നത് ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണിയായിട്ടാണ് രാജ്യം കാണുന്നത് തന്നെ. കുവൈറ്റും ഈ പ്രതിസന്ധിയിൽ അതീവ ആശങ്കയിലാണ്. എണ്ണ സമ്പത്ത് കൊണ്ട് അതിസമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ട് കുവൈറ്റ് ഇറാഖിനും ഇറാനും ഇടയിൽ ഒരിടത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. 1990കളിൽ സദാം ഹുസൈൻ്റെ കടന്നുകയറ്റത്തിലുണ്ടായ ആഘാതം കുവൈറ്റ് ഇന്നും മറന്നിട്ടില്ല. അത്തരമൊരു സാഹചര്യം ഇനി ഉണ്ടാകാൻ രാജ്യം അവിടെ ആഗ്രഹിക്കുന്നില്ല. എണ്ണ കയറ്റുമതി ചെയ്യാനായിട്ട് ഹോർമുസ് അല്ലാതെ മറ്റൊരു പാത കുവൈറ്റിന് മുന്നിലില്ല. കരമാർഗമുള്ള ഉപരോധത്തേക്കാൾ സമുദ്രപാതയിലെ തടസ്സമാണ് കുവൈറ്റിനെ തളർത്തുക. സാമ്പത്തികമായിട്ട് സുരക്ഷിതമാണെങ്കിലും ഗതാഗത പാതയിലെ തടസ്സം കുവൈറ്റിൻ്റെ വരുമാനത്തെയും ലോകവിപണിയെയും അവരുടെ സ്ഥാനത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് ഉറപ്പാണ്. സൗദി അറേബ്യയുടെ സ്ഥിതി മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ അല്പം വ്യത്യസ്തമാണ്. സൗദിയുടെ വടക്കൻ മേഖലകൾ പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് കിടക്കുമ്പോൾ പടിഞ്ഞാറൻ അതിർത്തി ചെങ്കടലാണ്. ചെങ്കടൽ തീരത്ത് നിരവധി വലിയ തുറമുഖങ്ങൾ സൗദിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമുസ് തടസ്സപ്പെട്ടാൽ പോലും പടിഞ്ഞാറൻ തീരം വഴി കുറച്ചൊക്കെ നിലനിൽക്കാനായിട്ട് സൗദിക്ക് സാധിക്കും. എന്നാൽ ഇറാഖിൻ്റെയും ഇറാൻ അനുകൂല രാജ്യങ്ങളുടെയും അവസ്ഥ അതല്ല. അവർക്ക് ഈ ഹോർമുസ് അല്ലാതെ മറ്റ് പോംവഴികൾ കുറവാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോർമുസിനെ സുഗമമായിട്ടുള്ള ഗതാഗതത്തിന് യോഗ്യമാക്കണമെന്നതാണ് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയൊക്കെ തന്നെ പ്രധാന ആവശ്യം. എങ്കിൽ തന്നെയും മേഖലയിലെ സ്വാധീനം നിലനിർത്താനായിട്ട് സൗദിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഈ ഘട്ടത്തിൽ ഏറെ നിർണായകം. ഇറാൻ ഉയർത്തുന്ന പ്രധാന വാദം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് തങ്ങളുടെ മണ്ണിൽ സൈനിക താവളങ്ങൾ ഒരുക്കി നൽകി എന്നതാണ്. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം, ബഹ്റൈനിലെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനം എന്നിവയെല്ലാം തന്നെ ഇതിന് ഉദാഹരണമായിട്ട് ഇറാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ അമേരിക്കയുടെ പക്ഷം ചേരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് ഇറാൻ ഇവിടെ ആരോപിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് അതിന് വ്യക്തമായ മറുപടി നൽകാനായിട്ട് സാധിക്കുന്നില്ല. കാരണം തങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പരിമിതിയാണെങ്കിലും അത് തീർച്ചയായിട്ടും ഇറാൻ്റെ ശത്രുതയ്ക്ക് കാരണമാകുന്നത് അവരെ ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ട്. ഇറാനുമായുള്ള ഈ രാഷ്ട്രീയ പോര് സാമ്പത്തിക മേഖലയിലേക്ക് പടരുന്നത് തടയാനാണ് ഇപ്പോൾ ചർച്ചകൾ ഊർജിതമാക്കിയിരിക്കുന്നത്. അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ ഉപരോധം അത് ഫലത്തിൽ ഇറാനേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളെയാണ് എന്നൊരു വിലയിരുത്തലുണ്ട്. ഉപരോധം തുടങ്ങിയ ശേഷം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പൽ പോലും ഹോർമുസിലൂടെ അകത്തേക്ക് പോവുകയോ പുറത്തേക്ക് വരികയോ ചെയ്തിട്ടില്ല. അങ്ങനെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് അമേരിക്കയുടെ നീക്കങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇറാൻ കപ്പലുകളെ മാത്രം തടയുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഉപരോധം ഇപ്പോൾ സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകളെ പോലും തടഞ്ഞു നിർത്തുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാനായിട്ട് കാരണമായേക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ചൈനയുടെ നിലപാട് ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾ യുദ്ധത്തിനില്ലെന്നും എന്നാൽ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് എണ്ണ വേണമെന്നും ചൈന തറപ്പിച്ച് പറയുന്നു. ഇറാനിയൻ കപ്പലുകളുടെ അകമ്പടിയോടെ ഹോർമുസിലൂടെ ചരക്ക് നീക്കം നടത്താനായിട്ട് ചൈന തയ്യാറായാൽ അമേരിക്ക എന്ത് ചെയ്യുമെന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ചൈനീസ് കപ്പലുകളെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറാകുമോ? അങ്ങനെ സംഭവിച്ചാൽ അത് മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് വഴി തുറക്കുമോ എന്ന പേടി ഇപ്പോൾ പലർക്കുമുണ്ട്. ചൈനയുടെ ഈ നീക്കം അമേരിക്കൻ ഉപരോധത്തിൻ്റെ മൂർച്ച കുറയ്ക്കുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ തന്നെ കണക്കുകൂട്ടൽ. ഒരു ഉപരോധം അല്ലെങ്കിൽ ബ്ലോക്കേഡ് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ വലിയ സൈനിക ശക്തി ആവശ്യമാണ്. കപ്പലുകളെ ബലം പ്രയോഗിച്ച് തടയുകയോ ആക്രമിക്കുകയോ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും. എന്നാൽ സമാധാനപരമായിട്ട് കടന്നു പോകുന്ന മൂന്നാം രാജ്യങ്ങളുടെയൊക്കെ തന്നെ കപ്പലുകളെ അമേരിക്ക തടയുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇരുപക്ഷവും പരസ്പരം കണ്ണുരുട്ടി നോക്കി നിൽക്കുമ്പോൾ ആർക്കും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. ഈ കണ്ണിമ ചിമ്മാതെയുള്ള നിൽപ്പ് അത് തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാനസിക സമ്മർദ്ദമാണ്. ഓരോ നിമിഷവും തങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകരുമോ എന്ന ആശങ്കയിലാണ് അവർ ഇപ്പോൾ കഴിയുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ ഉപരോധം ഒരു പരിഹാരമല്ല എന്ന് സ്നേഹപൂർവ്വം പറയാനായിട്ട് സാധ്യതയുണ്ട്. ഇറാനുമായി ചർച്ചകൾ നടത്തിയൊരു സമവായത്തിൽ എത്താൻ അവർ അമേരിക്കയെ പ്രേരിപ്പിച്ചേക്കാം. കാരണം യുദ്ധമുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം അത് അനുഭവിക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക് ഒരു യുദ്ധഭൂമിയാകാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയുമായുള്ള സൗഹൃദവും ഇറാനുമായിട്ടുള്ള അയൽപക്ക ബന്ധവുമൊക്കെ തന്നെ ഒരേപോലെ കാത്തുസൂക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ GCC രാജ്യങ്ങളെല്ലാം തന്നെ. നയതന്ത്രപരമായിട്ടുള്ള ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് സൗദി അറേബ്യയും UAEയും ഖത്തറും ബഹ്റൈനും എല്ലാം തന്നെ ഇപ്പോൾ കടന്നു പോകുന്നത്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് അത് ആഗോള രാഷ്ട്രീയത്തിൻ്റെയും സാമ്പത്തിക താല്പര്യങ്ങളുടെയും ഒക്കെ തന്നെ ഒരു വലിയ പോരാട്ടമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ അധികാര വടംവലിയിൽ
ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സ്വത്വം അത് നിലനിർത്താനായിട്ട് പൊരുതുകയാണ്. സമുദ്രപാതയുടെ സുരക്ഷയും സ്വാതന്ത്ര്യവും വീണ്ടെടുക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒത്തുചേരേണ്ടതായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിനെ ഒരു വിലപേശൽ ഉപകരണമാക്കി മാറ്റാതെ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു സമാധാന പാതയാക്കി അതിനെ മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും ആ മേഖലയിലെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനായിട്ട് ഇനി സാധിക്കുകയുള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിലെ ചർച്ചകളും നിലപാടും അത് പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.